സോ നമുക്ക് ഇന്ത്യൻ ടൂറുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ഉദ്ദേശിക്കുന്നു. ഞാൻ നാളെ ഭരദ്വാജ് രംഗന്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിയാക്ഷനും കൂടിയാണ്. ഫസ്റ്റ് വന്നിട്ട് മെയിനായിട്ട് സംസാരിക്കാനുള്ളത് കഥ എന്തുകൊണ്ട് ആളുകളിലായിട്ട് കണക്ട് ആയില്ല എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതില് വില്ലന്റെ ക്യാരക്ടറൈസേഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ എടുത്തു പറയാനുള്ള വില്ലന്മാര് എല്ലാവരും ഇന്ത്യയുടെ ഓരോ മുക്കും മൂലയിലും ഉള്ളതാണ്. പക്ഷെ അവരാരാ, എന്താ, എങ്ങനെ ഇന്ത്യനുമായിട്ട് കണക്ട് ആവണോ അല്ലെങ്കിൽ സിദ്ധാർത്ഥമായിട്ട് കണക്ട് ആവണോ എന്നൊന്നും ഇതിൽ എസ്റ്റാബ്ലിഷേ ചെയ്തിട്ടില്ല. ഇന്ത്യൻ താത്ത വരുന്നു, എല്ലാവരെയും ഓരോരുത്തരായിട്ട് പിടിച്ച് കൊല്ലണു. അവര് ജീവിച്ചാലെന്താ മരിച്ചാലെന്താ നമുക്ക് ഒരു വ്യത്യാസമില്ല. അവരിനെ ഇന്ത്യൻ താത്ത എന്ത് ചെയ്യണു എന്നുള്ളത് യാതൊരു വിഷയം ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അതാണ് മെയിൻ ആയിട്ട് ഇതിൽ എടുത്തു പറയേണ്ട വീക്ക്നെസ്. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഗുജറാത്തില് മൈനിങ് ആയിട്ടുള്ള ആളുണ്ടല്ലോ, ആ പുള്ളി അവിടെ മൈൻ ചെയ്തു, ശരിയാണ്, ഇല്ലീഗൽ ആയിട്ടാണ് ചെയ്തതെന്ന് പറയണു. പക്ഷെ സ്റ്റിൽ അത് നമുക്ക് പേഴ്സണൽ ആയിട്ട് തോന്നില്ല. അപ്പൊ ഇന്ത്യൻ ഫസ്റ്റിൽ വന്നിട്ട് ഇപ്പൊ നമുക്ക് എടുത്തു പറയാനുള്ള ഇപ്പൊ ഒരു ഡോക്ടറിന്റെ ആയാലും അദ്ദേഹം ഇന്ത്യൻ താത്തയുടെ മകളിനെ ചികിത്സിക്കാൻ കൈക്കൂലി ചോദിച്ചു. അതിന്റെ പേരിലാണല്ലോ താത്തയുടെ മകള് മരിക്കാനിടയുണ്ടായിരുന്നു. ആ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് അത് പേഴ്സണൽ ആയിട്ടൊരു കണക്ട് വരും. അപ്പൊ പുള്ളി കൊല്ലുമ്പോൾ നമുക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇയാൾ ആരാണ് അവിടെ ഒരു സ്വർണ്ണക്കൂടാരം ഉണ്ടാക്കിയിട്ട് അതിൽ ഇരിക്കണു, അയാളെ പോയി പിടിച്ചിട്ട് കുറെ നേരം പ്രസംഗം നടത്തിയിട്ട് അയാളെ കൊന്നു. ശരി, ആയിക്കോട്ടെ, ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ്. പിന്നെ അതേപോലെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഒരു വില്ലനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ പുള്ളി വന്നിട്ട് കുറെ ബിസിനസ് സംതിങ് എന്തോ ചെയ്ത എന്താന്ന് പോലും എനിക്കിപ്പോ ഓർമ്മയില്ല. കാരണം അത്രേ ഉള്ളൂ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറൈസേഷൻ. അറ്റ്ലീസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ടിൽ തന്നെ ഇയാള് ഇന്ത്യൻ താത്തയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു കാര്യം, അതായത് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ. ഇത് ചുമ്മാ അങ്ങനെ തെറ്റ് ചെയ്തു, ശരി എന്നാ പോയി കൊല്ലാ പറഞ്ഞിട്ട് ആ ഒരു മോഡലിലാണ് പുള്ളി ഓരോരുത്തരെയായിട്ടും കൊല്ലുന്നത്. അപ്പൊ ആ ഫസ്റ്റത്തെ തന്നെ വില്ലനെ കൊല്ലുന്നത് ആ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ആണിന് പെണ്ണാക്കിയിട്ട് ജിനി കൊല്ലണ ആ ഒരു ടൈപ്പ് ഉണ്ടാവും. അത് നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതെന്തോ മോശപ്പെട്ട രീതിയിലാണെന്ന് അല്ലേ ഇവര് പോർട്രേ ചെയ്യാൻ നോക്കുന്നത്. അതും ഈ ഒരു കാലഘട്ടത്തില് LGBT ഒക്കെ അത്രയും വളർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സീന് അവിടെ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ശരി, അതങ്ങനെ പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ താത്ത ഒരു കൈൻഡ് ഓഫ് ഒബ്സസ്ഡ് ഗൈ ആണ്. അതായത് ചെറിയൊരു കാര്യത്തിന് ഭയങ്കര ഒരു ഒബ്സഷൻ വരുമല്ലോ. നമ്മളിപ്പോ ഒരു ഇപ്പൊ ഈ കൈക്കൂലി തന്നെയാണെങ്കിൽ അതിന് ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ശരിയാണ്. അപ്പൊ നമ്മളിപ്പോ സിനിമയിൽ കാണിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നണമെന്നില്ല. ഇപ്പൊ നോർമലായിട്ട് ഒരാൾ പോയിട്ട് നീ കൈക്കൂലി വാങ്ങിച്ചല്ലോ, അപ്പൊ നിന്നെ ഞാൻ അകത്തിടാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ കാണിച്ചാൽ നമുക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് വരില്ല, ശരിയാണ്. പക്ഷെ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കില്ലിങ്സ് ഒക്കെ വരും. ഇപ്പൊ ഇന്ത്യനിൽ തന്നെ നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്തു, കാരണം അത്രയും പേഴ്സണൽ ആയിരുന്നു. ഈവൺ എന്തോ ഇന്ത്യൻ താത്ത ഒരു സൈക്കോപാത്ത് ആണെങ്കിലും അത് നമ്മളെ വിജിലാൻറ്റി എന്നുള്ള ഒരു മോഡിലിട്ടിട്ടാണ് കണ്ടത്. പക്ഷെ ഇന്ത്യൻ ടൂലിക്ക് വരുമ്പോൾ അയാള് പക്ക സൈക്കോപാത്തായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു സൈക്കോപാത്തിന്റെ എക്സ്ട്രീം വേർഷനാണ് ഈ സിനിമയിൽ താത്ത കാഴ്ചവെച്ചത്. പിന്നെ നമ്മള് സിദ്ധാർത്ഥ, അതായത് പ്രസന്റ് സിറ്റുവേഷനിലെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ സിദ്ധാർത്ഥ് ചെയ്യണത് ഒരു സോഷ്യൽ ആക്ടിവിസം, അതായത് ആം ചെയർ സോഷ്യൽ ആക്ടിവിസം. അതായത് ഒരു ഇതേപോലെ ഒരു റിയാക്ഷൻ പോലെ വീഡിയോ ചെയ്തിട്ട് ആൾക്കാരുടെ മുന്നിൽ എത്തിക്കുക. അതായത് നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളോ അനീതിയൊക്കെ ചൂണ്ടിക്കാണിച്ച് ഒരു അനിമേഷൻ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ. അപ്പൊ അതിൽ നോക്കുമ്പോൾ അത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ എനിക്കിപ്പോ ഈ ഫോൺ വെച്ചിരുന്ന് ചുമ്മാ അങ്ങനെ വളവളാന്ന് സംസാരിച്ചിരിക്കുക, ആരും ഒന്നും ചോദിക്കാൻ വരാൻ പോണില്ല. അതൊരു ഈസി സംഭവമാണ്. ഈവൻ ദോ ബാക്കിയുള്ള പ്രോസസ്സ് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഞാൻ പറയുന്നത് വെൻ വി കമ്പയർ ദിസ് ടു റിയൽ ആക്ടിവിസം, അതായത് പുറത്തിറങ്ങി നാലാളോട് സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കി ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതും, ഇപ്പൊ ചുമ്മാ ഒരു പ്രശ്നം കണ്ടു, ശരി, അതിന് ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അത് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് അതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ സിമ്പിളാണ്. മനസ്സിലായ ഡിഫറൻസ്? ഇതിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ
അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഈസിയാണ്. ഈ ശങ്കറിന് ഇതൊരു പോസിബിലിറ്റി ആയിട്ട് കാണാമായിരുന്നു. കാരണം അതായത് ഈ സിദ്ധാർത്ഥ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നാട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കണ പോലെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ ഈ സിദ്ധാർത്ഥ് ജസ്റ്റ് ആം ചെയർ ആക്ടിവിസം മാതിരി കാണിച്ചിട്ട് ഇന്ത്യൻ താത്തനെ ഒരു റിയൽ ആക്ടിവിസം പോലെ കാണിച്ചിട്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ഇതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്താണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാൻ. ഇത് സിദ്ധാർത്ഥ് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി, താത്ത വന്നു ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി, എന്നിട്ട് അവസാനം ഒരു കില്ലിംഗ് സ്പ്രീ പോലെ എല്ലാവരെയും കൊന്നു തള്ളണ് ആ ഒരു മോഡിലേക്ക് പോയി. നമുക്കിത് കാണുമ്പോൾ ഇതിലെ സീൻസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു സീന് നടന്നു, അത് അവിടെ കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് ഒരു കുറച്ച് സീന്, അതായത് ഒരു 10 മിനിറ്റ് യൂട്യൂബ് വീഡിയോ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇത് കണ്ടു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഫീൽ കിട്ടുമല്ലോ, അടുത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഫീൽ. അതേപോലെ ആയിരിക്കും നിങ്ങൾ ഈ ഇന്ത്യൻ ടു സിനിമ കാണുമ്പോൾ ഉടനീളം ഉണ്ടാകാൻ പോണത്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കാണ്. അതായത് നമുക്ക് ആ ഒരു ടുവേർഡ്സ് ദ എൻഡ് ഒരു ചേസ് സീൻ ഉണ്ട്. അതായത് ഇന്ത്യൻ താത്ത ഒരു സൈക്കിളിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂണിസൈക്കിളിൽ ഒരു 10-15 മിനിറ്റോളം പുള്ളി റൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇടയ്ക്ക് ഒരു ഷട്ടറിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് ആ ഒരു കോമ്പൗണ്ടിൽ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ആ യൂണിസൈക്കിള് ഡെഡ് ആവണ പോലെ കാണിക്കുന്നത്. പിന്നെ ഫൈറ്റ് കഴിഞ്ഞതും ആ സൈക്കിൾ എടുത്തുകൊണ്ട് പുള്ളി നൈസായിട്ട് പോകുന്നുണ്ട്. മനസ്സിലായ? അപ്പൊ അത് ആ സൈക്കിൾ എങ്ങനെ റിപ്പയർ ചെയ്തു അതൊന്നും കാണിക്കില്ല, ചുമ്മാ അങ്ങനെ എടുത്ത് പോവുകയാണ്. ഒന്നില്ലെങ്കിൽ ആ സൈക്കിളിനെ ആ ഡെഡ് ആയത് കാണിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നേരാക്കണ കാണിക്കും. ഇത് ഡെഡ് ആവണെന്ന് കാണിച്ചിട്ട് നേരാക്കണ കാണിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി എറർ പോലെ തോന്നും. പിന്നെ ഒന്നാമത് പറയുകയാണെങ്കിൽ ആ യൂണിസൈക്കിളിൽ ഇത്തിരി അട്ടാസം ഒരുപാടുണ്ടായിരുന്നു. അതായത് ഒത്തിരി നേരം പുള്ളിക്കാരൻ, അതായത് താത്ത ഇത്രയും വയസ്സായ ഒരാൾ ഇത്രയും നേരം ഒന്നും സൈക്കിളില് ഓടിച്ചുകൊണ്ടേ ഇരിക്കാന്, നിർത്തണേ ഇല്ല. പിന്നെ അടുത്ത് വന്നിട്ട് ടുവേഴ്സ് ദ ഇന്റർവെൽ ആകുമ്പം നമ്മുടെ ബോബി സിമ്മിയും ആ ചേസ് കഴിഞ്ഞിട്ട്, അതായത് ഇന്ത്യൻ താത്ത ആ ബ്രിഡ്ജിൽ നിന്ന് ആ ഫ്ലക്സിലേക്ക് വീഴുന്നുണ്ട്. അപ്പൊ ബോബി സിംഹ ആ ബ്രിഡ്ജിൽ ഇങ്ങനെ പിടിച്ചിട്ട് തൂങ്ങി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബോബി സിംഹയ്ക്ക് എന്താ സംഭവിച്ചെന്ന് കാണിക്കണേ ഇല്ല. ബോബി സിംഹ അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആയെന്നും കാണിക്കണില്ല. പുള്ളി അതിൽ പിടിച്ച് കയറി വന്ന് റിവെഞ്ച് എടുക്കണ ആ ഒരു മോഡ് കാണിച്ചാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഇത് അങ്ങനെ കാണിക്കാൻ നേരെ കട്ട് സീനിലെടുത്ത് ബോബി സിംഗ് എങ്ങനെയോ രക്ഷപ്പെട്ട പോലെയാണ് കാണിക്കുന്നത്. ഇതിൽ ആ കൂടി വർക്കായത് ആ സിദ്ധാർത്ഥിന്റെ ഒരു ഇമോഷണൽ പാർട്ടുണ്ടല്ലോ, നമ്മളെ സിദ്ധാർത്ഥന്റെ അമ്മ മരിച്ചിട്ടുള്ള ആ സീൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യൻ താത്തയും സിദ്ധാർത്ഥും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് സിദ്ധാർത്ഥ് ഇന്ത്യൻ താത്തന്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഇങ്ങനെ ആവാം, പക്ഷെ എനിക്കൊരിക്കലും നിങ്ങളെ പോലെ ആവാൻ പറ്റില്ല. ആ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, പ്രസന്റിലുള്ള ഐഡിയോളജിയും പാസ്റ്റിലുള്ള ആൾക്കാരുടെ ഐഡിയോളജിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യൻ താത്ത ഫ്രീഡം ഫൈറ്ററാണ്. അപ്പൊ പുള്ളിക്കറിയാം എന്താണ് ഫ്രീഡം എന്ന്. അതായത് ഒരിക്കൽ നമ്മൾ ഓപ്പറേഷൻ അനുഭവിച്ചു എന്ന് വെച്ചാലേ നമുക്ക് ഈ ഫ്രീഡത്തിന്റെ വാല്യൂ മനസ്സിലാവാൻ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പൊ നമ്മളിപ്പോ ഫ്രീഡം ഒക്കെ പറഞ്ഞാൽ ഫ്രീഡം ഉണ്ടല്ലോ, കാരണം നമ്മൾ ജനിച്ചത് തൊട്ടേ നമുക്ക് ഫ്രീഡം അനുഭവിക്കണോണ്ട് ഫ്രീഡത്തിന്റെ വാല്യൂ നമുക്ക് അത്ര അറിയില്ല. ഇപ്പോൾ ഫ്രീഡം ഫൈറ്റർ ആ ഒരു ടൈമിൽ ആൾക്കാരെ നേരിട്ട് ഒപ്രഷൻ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഫ്രീഡം കിട്ടുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു കാലഘട്ടത്തേക്ക് വരുമ്പോൾ ആ ഒരു ഐഡിയോളജി വെച്ചിട്ട് നമ്മൾ ഓരോ ക്രൈം ചെയ്യുമ്പോൾ, ഇത് ക്രൈം തന്നെയാണ്, ഈ ഇന്ത്യൻ താത്ത ചെയ്യുന്നത് ഓരോന്നും ക്രൈം തന്നെയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അതൊരിക്കലും സിദ്ധാർത്ഥിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഒന്നാം ക്രൈം മാത്രമല്ല, പുള്ളിയുടെ ഫാമിലിയിലുള്ള മെമ്പറിനെയാണ് കൊന്നിരിക്കുന്നത്. അപ്പൊ അതും സ്വന്തം മകനെ. അപ്പൊ സിദ്ധാർത്ഥ് സ്വന്തം അച്ഛനെ കേസ് അകത്താക്കി, അമ്മ മരിച്ചു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ സിദ്ധാർത്ഥിന് പറ്റില്ല. സിദ്ധാർത്ഥ് ചെയ്യുന്ന ജോലി എന്താണ്, മറ്റൊരാള് ഇപ്പൊ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് വേറൊരാളുടെ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് ജനങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണം. അപ്പൊ വേറൊരാൾക്ക് നടന്നാൽ അത് സിദ്ധാർത്ഥിന് കുഴപ്പമില്ല, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ സ്വന്തം വീട്ടിലേക്കും കുടുംബത്തിലേക്കും വരുമ്പോൾ അത് സിദ്ധാർത്ഥിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യൻ താത്തയുടെ ഒരു വീക്ക്നെസ് എന്ന് എടുത്തു പറയാനുള്ളത്, അതായത് ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത്, പുള്ളി കുറച്ച് നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആളാണെങ്കിലും പുള്ളി ഭയങ്കര റിജിഡ് ആണ്. അതായത് ഒരു കാര്യം ഫോഴ്സ് ചെയ്ത്, ഇപ്പൊ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള മെന്റാലിറ്റിയാണ്. അതായത് ഇപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിയാണ് പുള്ളിയുടെ മകളുടെ മരണത്തിനുള്ള കാരണം. ഈ പുള്ളി ആ ഒരു ടൈമിൽ ആ ഡോക്ടർക്ക് കുറച്ച് പൈസ കൊടുത്തിരുന്നെങ്കിൽ ആ പുള്ളിയുടെ മകള് രക്ഷപ്പെട്ടേനെ. പക്ഷെ അവിടെ പുള്ളി അത്രയും റിജിഡായിട്ട് നിന്നിട്ട് പറ്റില്ല, എൻ്റെ
മകൾക്ക് ആ ഒരു ലീഗൽ വേയിൽ തന്നെ ചികിത്സ കിട്ടണം, ഞാൻ എന്തിനു പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പുള്ളിയുടെ മകൾ മരിച്ചത്. അപ്പോൾ പുള്ളിയും ഒരു കാരണമാണ് പുള്ളിയുടെ മകൾ മരിക്കാൻ. കാരണം നോർമലി ഇപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, നമ്മൾ ഇതൊന്നും ആലോചിക്കില്ല. നമ്മളപ്പോൾ അവിടെ എന്താ പൈസ, കുറച്ച് പൈസ തന്നെയല്ലേ പറഞ്ഞ് നമ്മൾ കൊടുക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുക. പിന്നെ ഇന്ത്യൻ താത്തയുടെ നമ്മുടെ ആക്ഷൻ സീൻസ് ഒക്കെ ഒന്ന് നോക്കാം. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ താത്തയ്ക്ക് എന്തും ചെയ്യാം. അപ്പോൾ യൂണിസൈക്കിൾ എടുത്തിട്ട് 360 ഡിഗ്രി കറക്കാം ടണൽ. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇന്ത്യൻ താത്ത ഒരു എന്താ പറയുക, ലൈക്ക് സൂപ്പർ ഹ്യൂമൻ ആ ഒരു മോഡിലേക്കാണ് പോണത്. ഈ സിനിമയിൽ ഇന്ത്യൻ താത്തയ്ക്ക് വീക്ക് പോയിന്റ് എന്ന് പറയുന്നതേ ഇല്ല. ആ കൂടി ഉള്ളത് അവസാനത്തെ ആ ഒരു ഇതില് ഇന്ത്യൻ താത്തനെ എല്ലാവരും വെറുക്കുമ്പോൾ ആ കല്ലെറിയില്ലേ, ആ ഒരു സീനിൽ മാത്രമേ ഇന്ത്യൻ താത്തനെ കുറച്ച് വീക്കായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇതിൽ പറയണ്ടേ ഈ വയസ്സ് 120 അപ്പോൾ അത് ശങ്കറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ശങ്കർ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഏതോ ജപ്പാനിലോ തായ്വാനിലോ അവിടെ ഒരു മാർഷൽ ആർട്ട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളിയും ഇതേ 118 വയസ്സിൽ ഭയങ്കര ഇതൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇത്രയും ഗോൺ കില്ലിങ് സ്പ്രീ ആ ഒരു മോഡലൊന്നും ആയിരിക്കും അത്രയും ആക്റ്റീവായിട്ടൊന്നും ആർക്കും ഇരിക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും വല്ല സൂപ്പർ ഹീറോ മൂവീസിലൊക്കെ ഉണ്ടാവില്ലോ ഒരു മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഒരു സംഭവം ഇൻടേക്ക് ചെയ്യുമ്പോൾ അത്രയും പവർ വരണമെന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാം. ഇത് ചുമ്മാ ശ്വാസം വലിച്ച് മസിൽ പിടിച്ചതും സിക്സ് പാക്ക് വരുന്നതൊക്കെ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് കുട്ടിയായാലും ചിരിച്ചു പോകും. ശരിക്കും ഈ സ്റ്റോറിയിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ താത്ത ഫസ്റ്റ് പാർട്ടിൽ എക്സൈൽ പോയി, അതായത് വേറെ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഒളിവിൽ താമസിച്ചു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു, അതായത് ആ ഒരു 73 ടു ഈ ഒരു 20 years ആ ഒരു ഏജ് ഗ്യാപ്പിൽ പുള്ളിക്ക് എന്ത് സംഭവിച്ചു എന്നോ അതിനെക്കുറിച്ച് ഒരു ഇതും ഇവർ പറയുന്നില്ല. ഇവർ സ്ട്രെയിറ്റ് ഇൻ ടു ദ സ്റ്റോറിയാണ്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്കറിയില്ല ഇന്ത്യൻ താരത്തിനെ നമ്മൾ ഇനി എന്തിനു നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യണമെന്ന്. ആ ഒരു മിസ്സിങ് ലിങ്ക് ശങ്കർ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല. സിനിമ പറയുന്നത് ഒരു കംപ്രസ്ഡ് ലൈഫാണ്. അപ്പോൾ നമ്മൾ ഏജ് ഗ്യാപ്പ് എടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ 70 to 120 ഈ ഒരു 30-40 വർഷം പുള്ളിക്ക് എന്താ സംഭവിച്ചത് അത് കാണിച്ചിരുന്നെങ്കിൽ പിന്നെ കുറച്ചും കൂടി നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയേനെ. ഇത് ചുമ്മാ സ്ട്രൈറ്റ് അവേ കാണിച്ചുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല. ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലർ എടുത്തു കഴിഞ്ഞാൽ ഒരു തിൻ ലൈൻ ഉണ്ടായിരുന്നു. ഒരു കുറേ ഹോളിവുഡ് മൂവീസ് ഉണ്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിൽ ഒരു കുട്ടി, ഒരു സിനിമയിലാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി തൻ്റെ അച്ഛൻ അഡോപ്റ്റഡ് ആണ് തോന്നുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഈ സീരിയൽ കില്ലിങ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കുട്ടിയെ ഗൈഡ് ചെയ്യും. അതായത് നീ സീരിയൽ കില്ലിങ് ചെയ്തോ, പക്ഷെ നിന്റെ മുന്നിൽ കാണുന്ന ഓരോ ആൾക്കാർ പഠിച്ചിട്ട് അയാൾ നല്ലവനാണ് ചീത്തവനാണോ എന്ന് നോക്കിയിട്ട് കൊന്നാൽ മതി. അതായത് നല്ലവനാണ് വിട്ടാക്കുക, ചീത്തവനാണെങ്കിൽ കൊല്ലുക. അങ്ങനെ നീ സീരിയൽ കില്ലിങ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിൽ പറയുന്നത്. ആ ഒരു മോഡിൽ നമ്മളിത് കാണുമ്പോഴാണ് ആരാണ് സീരിയൽ കില്ലർ ആരാണ് വിജിലാൻഡി എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ പറഞ്ഞ കുറേ സിനിമയുണ്ട്. പക്ഷെ ഇതിൽ ആള് സീരിയൽ കില്ലറാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ശങ്കറിന്റെ ഡൗൺഫോളിനുള്ള കാരണം സുജാതയുടെ ആ ഒരു സംഭവമാണ്. അപ്പോൾ ആ സുജാത ഇല്ലാത്ത ഒരു കേസിൽ പുള്ളിക്ക് ആ ഒരു ഡയലോഗും ആ ഒരു സ്ക്രിപ്റ്റിന്റെ ആ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ഒന്ന് വീക്കായി വരുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സുജാതയും ശങ്കറും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഓരോ സ്ക്രിപ്റ്റും റെഡിയാക്കണത്. അപ്പം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല സുജാത പോയത് കൊണ്ടാണ് ശങ്കർ ഇല്ലാന്ന്. പക്ഷെ ഡെഫിനറ്റ്ലി സുജാത പോയത് ശങ്കറിനൊരു അടി തന്നെയാണ്. കാരണം അത് അതിനുശേഷം ഇന്നേ വരെ ഒറ്റ മൂവിയും പുള്ളിയുടെ അത്രയും വർക്കായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സുജാത ഒരു സീനിനെ കിട്ടിയത് എങ്ങനെ ഡ്രമാറ്റിക് ആക്കണമെന്ന് കൃത്യമായിട്ട് പുള്ളിക്കാരനറിയാം. ഒരു സീൻ കിട്ടി അത് കൃത്യമായിട്ട് സിനിമാറ്റിക് ആക്കണമെന്ന് ശങ്കറിനും അറിയാം. അതുകൊണ്ടാണ് ഈ കോംബോ വർക്കായത്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള അടുത്ത ഒരു കാര്യം സോങ്സ് ആണ്. അറിയാലോ നമ്മുടെ അനിയണ്ണൻ പുള്ളി തന്നെ പുള്ളിയുടെ ഓരോ ട്വീറ്റ് ഉണ്ടല്ലോ, ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും പുള്ളി ഓരോ സിനിമ കഴിഞ്ഞാൽ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു താങ്ക്സ് ഗീവ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോഴേ നമുക്ക് ഊഹിക്കാമല്ലോ ഇതിന്റെ പടത്തിന്റെ ലെവൽ എന്താ, റേഞ്ച് എന്താണെന്ന്. സോങ്സ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ റഹ്മാൻ അവിടെ ഇരിക്കുമ്പോൾ എത്ര പിടിച്ചാലും അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ പക്ഷേ സോങ്സ് ഒക്കെ ഞാൻ ഫൈൻ, അതായത് ഇടയ്ക്ക് എയറിൻ്റെ മ്യൂസിക് ഒക്കെ വെച്ചത് ഫൈനായിരുന്നു. പക്ഷെ ബാക്കി എല്ലായിടത്തും വൻ ശോകമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പണ്ടത്തെ പോലെ സെറ്റിട്ട് പാട്ട് വെക്കുന്നതൊക്കെ ഏത് കാലത്ത് നിന്നാണ്, ഇപ്പോഴും ശങ്കർ അതും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേസേ ഉള്ളൂ. അങ്ങനെ ഇന്ന ആൾക്ക് മാത്രം ഒരു പ്രിവിലേജ് ഒന്നും അല്ല. അത് ശങ്കർ ആ ടൈമിൽ ചെയ്തു, ഓക്കെ ഫൈൻ, ആരും കണ്ടിട്ടില്ല, നമ്മളെല്ലാവരും ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരും യൂസ്ഡ് ആണ് ഈ ഒരു ബ്രഹ്മാണ്ടം. അത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിലങ്ങനെ സോങ്സ് എന്ന് പറയാൻ എടുത്തു പറയാനൊന്നുമില്ല, മനസ്സിൽ തങ്ങി നിൽക്കണ അങ്ങനെ സോങ്സ് ഒന്നും ഇല്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്താ തോന്നിയത് കമന്റ് ചെയ്യും.